പാരന്റിങ് എന്ന് പറയുന്നത് നമുക്കെല്ലാം വളരെ ടഫായിട്ടുള്ള ഒരു ജേണിയാണ് അല്ലേ. ഭയങ്കര ടഫായിട്ടുള്ള ഒരു ജേണിയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും നമ്മൾ നല്ലൊരു പാരന്റ് ആണോ, നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിജയവും പരാജയവും ഒക്കെ നമുക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റിങ്ങിന്റെ പ്രശ്നമാണ് നമുക്ക് ഇടയ്ക്ക് തോന്നുന്നു അല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് പാരന്റിങ് സ്റ്റൈൽസ് പരിചയപ്പെട്ടാലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈലാണ്. അതായത് പണ്ടത്തെ കാരണവന്മാരെ പോലെ ഞാൻ പറയുന്നത് മാത്രമേ നീ അനുസരിക്കാവുള്ളൂ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അനിഷ്ടങ്ങളെല്ലാം കുട്ടികളിൽ അടിച്ചേൽപ്പിച്ച് അവരെ ഒരു പാവ പോലെ വളർത്തുന്നതിനെയാണ് അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് റെബലാവാനുള്ള സാധ്യതയില്ല, അവർക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുണ്ടാവില്ല. ഇതൊക്കെയാണ് ആ ഒരു സ്റ്റൈലിൽ വളർത്തുന്ന കുട്ടികൾക്ക് ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്. അതായത് അതോറിറ്റേറ്റീവ് പാരന്റിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നല്ല രീതിയിലൊരു നർച്ചറിങ് ഉണ്ടാവും, സ്നേഹം കൊടുക്കും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടാത്തടത്ത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും, എന്നാൽ കുട്ടികളുടെ അഭിപ്രായത്തെ മാനിക്കുകയും കുട്ടികളുടെ ഗ്രോത്തിന് നമ്മൾ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് എളുപ്പമായിരിക്കും. സോ അങ്ങനെയുള്ള സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ. ഇനി തേർഡ് സ്റ്റൈൽ ഉണ്ട്. തേർഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് പെർമിസീവ് പാരന്റിങ് ആണ്. അതായത് കുട്ടികൾ, ചില പാരന്റ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ആണ്. അപ്പോൾ ഇപ്പം എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുക, എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുക, അവർ കുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ഒരു സ്റ്റൈലാണ് പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ വളരുന്ന കുട്ടികളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം അവിടെ നർച്ചറിങ്ങോ സ്നേഹമോ ഓവറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവർക്കും ഇതുപോലെ തന്നെ, അതായത് അവരുടെ ഇഷ്ടം അവരെ വിലക്കുമ്പോഴും മറ്റും അവർക്ക് പിന്നീട് പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴും എല്ലാം, അല്ലെങ്കിൽ അവരെ നമ്മൾ തടയാൻ ശ്രമിക്കുമ്പോഴൊക്കെയും അവർക്ക് പ്രശ്നങ്ങൾ വരും. ഇനി ലാസ്റ്റ് ഒരു സ്റ്റൈലുണ്ട്, അൺഇൻവോൾവ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈൽ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്റ്റൈലാണ്. അതായത് കുട്ടികൾക്ക് വലിയ നർച്ചറിങ്ങോ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കില്ല, അവരുടെ രീതിയിൽ വളരട്ടെ എന്നുള്ള ഒരു സ്റ്റൈൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നങ്ങൾ വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു ബോണ്ട് ഇല്ലാതെ വരും, മറ്റുള്ളവരായിട്ട് ബോണ്ട്, മാതാപിതാക്കളായിട്ട് ബോണ്ടില്ല, പിന്നെ അതുപോലെ നാളെ അവരുടെ പങ്കാളികളായിട്ടൊക്കെ ബോണ്ട് ഫോം ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതിൽ അതോറിറ്റേറ്റീവ് സ്റ്റൈലാണ് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പാരന്റിങ് സ്റ്റൈൽ. അത് സ്നേഹവും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലാണ് മോസ്റ്റ്ലി റെക്കമെൻഡ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ ഇതിൽ ഏതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും.